ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പ്ലം കേക്കാണ്. ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരുന്നത്, അപ്പോൾ ഒരു അടിപൊളി പ്ലം കേക്ക് തന്നെ ആകാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതിന് ശേഷമാണ് പ്ലം കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണരുത്, നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലായിരിക്കണം. ഇതിലേക്കാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് കറുത്ത മുന്തിരിയാണ്, കുരുവില്ലാത്ത മുന്തിരിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും 1/4 കപ്പ് കിസ്മിസ് ആണ് എടുത്തേക്കുന്നത്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയാണ് എടുത്തിരിക്കുന്നത്, 1/4 കപ്പ് ചെറിയ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടെ നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത്. എനിക്കിവിടെ 2 കളറിലെയാണ് കിട്ടിയത്, അതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റമ്മാണ് ചേർത്ത് കൊടുക്കുന്നത്. 100 ml റമ്മാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം ഒന്നെല്ലാം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. ആ റമ്മൊക്കെ എല്ലാ ഭാഗത്തും എത്തിയ ശേഷം നമ്മൾ ഇനി ഇത് 2 ആഴ്ചത്തേക്കാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ബോട്ടിലൊന്ന് കുലുക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് 2 ആഴ്ചത്തേക്ക് ഇങ്ങനെ അടച്ചു വെക്കാം. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്, നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പഞ്ചസാരയും സ്പൈസസും കൂടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസുമാണ് എടുത്തേക്കുന്നത്. നട്ട്മഗ് പൗഡറാണ്, 1/2 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ, അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പട്ട, അത് 2 ചെറിയ കഷ്ണം. പിന്നെ 2 ഏലയ്ക്ക. പട്ട ഇപ്പം സിനമൺ പൗഡറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാകും, അത് 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പഞ്ചസാരയും ഈ സ്പൈസസും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും സ്പൈസസും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒക്കെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അപ്പം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മെൽട്ടായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് കരിഞ്ഞു പോവാതിരിക്കാൻ, അതായത് ഒരുപാടങ്ങ് തീ കൂട്ടി വെച്ച് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവസാനം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടാണ് ഇതുപോലെ നല്ല രീതിയിൽ നല്ല കളറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളവും കൂടെ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചേക്കണം. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം ടൈമിൽ തന്നെ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, കാരണം ഇത് പൊട്ടിത്തെറിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇനി തിളച്ച് നല്ല രീതിയിൽ വറ്റി വരണം. അതായത് 1 കപ്പ് വെള്ളമാണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്, ഇത് 1/2 കപ്പ് വെള്ളമായിട്ട് നല്ല രീതിയിൽ വറ്റി കുറുകി വരണം. അതുവരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പം തന്നെ നമുക്ക് കാണാം നല്ല ബ്രൗൺ കളറിലാണ് ഇതിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ 1/2 കപ്പ് വെള്ളമായിട്ട് വറ്റി വരണം. ഇപ്പോൾ ഇത് 1/2 കപ്പായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ വെച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് തണുത്ത് വരണം. ഇനി നമുക്ക് മുട്ടയൊന്ന് ശരിയാക്കി എടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വെള്ളയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അതാകുമ്പോൾ വേഗം തന്നെ ബീറ്റായി കിട്ടും. അതല്ല ഇനി വിസ്ക് ആണുള്ളതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ സമയം കൂടുതൽ എടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റായി എടുക്കണം.
നന്നായിട്ട് പതഞ്ഞ് നല്ല സ്റ്റിഫായിട്ട് വരണം. അതുവരെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് പതഞ്ഞ് നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇപ്പം നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇപ്പം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര 3 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ബാച്ച് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പിരിഞ്ഞ പോലെ തോന്നും. അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് നല്ല രീതിയിലായി കിട്ടിക്കോളും. ഇപ്പോൾ സൺഫ്ലവർ ഓയിലല്ല ബട്ടറാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ 150 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര കരിച്ചതില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 240 ml മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതിയാകും. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരണം. നമ്മളിത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതുപോലെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 3 തവണ അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ബാച്ചസ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സാണ്. അതിലേക്ക് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ പതുക്കെ വേണം നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാനും ശ്രമിക്കണം. നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്ത് വരണം. ഇപ്പം നമ്മൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതും ഞാനിപ്പം 3 പോർഷനായിട്ട് ചേർത്ത് കൊടുത്താണ് ഫോൾഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അവസാനത്തെ ബാച്ചാണിപ്പം ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള ചേർക്കുമ്പോഴും ഒറ്റ തവണയായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. പല ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് വളരെ പതുക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് നമുക്കെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാഷ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാം ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 20 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഓറഞ്ച് സെസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ ഷൂട്ടായില്ല കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ട്രേ ഒന്ന്
ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ്. എന്നിട്ട് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും. എല്ലാം ഇപ്പോൾ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് നേരം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ബേക്ക് ചെയ്യാൻ വെച്ചത്. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വെയിറ്റും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് നല്ല രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഏകദേശം ഒരു 50 മിനിറ്റ് നേരം എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ഓറഞ്ച് സെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇതുപോലെ നന്നായിട്ട് പഴുത്ത ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ വൈറ്റ് കളർ പോർഷൻ ഒരിക്കലും വരാതെ യെല്ലോ കളർ, അതായത് ഓറഞ്ച് കളർ പോർഷൻ മാത്രമേ വരാൻ പാടുള്ളൂ. ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് ഓറഞ്ച് സെസ്റ്റ് എന്നും പറഞ്ഞ് വാങ്ങാനും കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് നമ്മൾ ആ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ 50 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ അതിൽ കേക്കിൻ്റെ ബാറ്റർ ഒന്നും തന്നെ പറ്റിപ്പിടിച്ച് വരില്ല. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെച്ച് നല്ല രീതിയിൽ തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ കേക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. സോക്ക് ചെയ്ത് വെക്കേണ്ടതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞാൻ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.